ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് എന്ന് പറയുന്ന ഒരു എണ്ണമുണ്ട്. ആ എണ്ണമാണ് ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത്. അതിനെയാണല്ലോ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിൽ എത്ര തവണ ഇങ്ങനെയാവും, അതാണ് എന്റെ ഫ്രീക്വൻസി. അപ്പോ ഇവിടെ 256 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് നിങ്ങൾ ഇതിങ്ങനെ തട്ടിയാൽ ടിക് കണ്ണടച്ച് തുറന്നേക്കുമ്പോൾ 256 തവണ. ഗിറ്റാർ കണ്ടിട്ടില്ലേ? ഗിറ്റാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വണ്ണം കൂടിയ കമ്പിയുണ്ട്, വണ്ണം കുറഞ്ഞ കമ്പിയുണ്ട്. അപ്പൊ വണ്ണം കുറഞ്ഞ കമ്പി നല്ല പിച്ചായിരിക്കും, നല്ല വൈബ്രേറ്റ് എന്താണ് വൈബ്രേറ്റ്. പക്ഷെ വണ്ണം കൂടിയത് അത്രയും വൈബ്രേറ്റ്. വണ്ണം സൈസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വൈബ്രേഷൻ എണ്ണത്തിൽ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ട്യൂണിംഗ് ഫോർക്കിന്റെ പടം കൊടുത്തിട്ട് അവസാനത്തെ ട്യൂണിംഗ് ഫോർക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ കുറഞ്ഞു അറിഞ്ഞാൽ വേണ്ടത് ലെങ്ത്. അങ്ങനെ ലെങ്ത് കുറഞ്ഞു. ഇത് ഇതിനേക്കാളും ലെങ്ത് കുറവ്, ഇത് പിന്നെ കുറഞ്ഞ് ലാസ്റ്റ് ഏറ്റവും ചെറുതാണിത്. അങ്ങനെ പല പല ഫ്രീക്വൻസി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട് ലാസ്റ്റത്തെ മാത്രമുള്ള സാധനം വരച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നീളം കൂടുതലായിരുന്നു, ഇവിടെ വന്നപ്പോ നീളം കുറഞ്ഞു. മനസ്സിലായോ? ഇത്രയും നീളം ഇവിടെ ഇല്ല, പക്ഷെ ഫ്രീക്വൻസി കൂടി. എന്താ കാരണം? നീളം കുറയും തോറും ഫ്രീക്വൻസി കൂടും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നീളം കൂടും തോറും ഫ്രീക്വൻസി കുറയും. പഠിച്ചില്ലേ? എക്സ്പെരിമെന്റ് പഠിച്ചില്ലേ? നീളം കൂടി കൂട്ടി എടുത്തപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നീളം കുറഞ്ഞു പോയാൽ ഫ്രീക്വൻസി കൂടി പോകും. ശരിയല്ലേ? നീളവും ഫ്രീക്വൻസിയും ഓപ്പോസിറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ എന്താണ് സൈസ് കുറഞ്ഞു ലെങ്ത് കുറഞ്ഞു വരും തോറും ഫ്രീക്വൻസി നോക്കി ഇവിടെ ലാസ്റ്റ് വന്നപ്പോ 512 ഹെർട്സ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ സ്കെയിൽ എടുത്ത് ഇങ്ങനെ തട്ടിയ ആ സ്കെയിലിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്, അത് മാറ്റാൻ പറ്റില്ല. അതിങ്ങനെ സ്കെയിലിന്റെ ഒരു ഇതിൽ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാറ് ഇങ്ങനെ പറയുന്നു, സാറിന്റെ സൗണ്ടും മമ്മൂട്ടിയുടെ സൗണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂലേ? പറ്റും. എങ്ങനെ പറ്റും? നമ്മുടെ എല്ലാവരുടെയും ഇവിടെ എന്താണ് ഈ തൊണ്ടയ്ക്ക് ഒരു സാധനമുണ്ട്, അത് വൈബ്രേറ്റ് ചെയ്യാനനുസരിച്ചാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. സൗണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സൗണ്ട് വേവ്സാണ്, നമ്മൾ വരുന്നുള്ളൂ. എനിവേ, ഈ സൗണ്ട് ഒരു വൈബ്രേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമാണ്. എനിക്കുള്ള വൈബ്രേഷൻ അല്ല നിങ്ങൾക്കുള്ള വൈബ്രേഷൻ. നമ്മുടെ തമ്പ് അറിയത്തില്ലേ? ഈ തമ്പ് എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെയാണോ? അല്ല. നമ്മൾ വേറെയാണ്, എന്റെ വേറെയാണ് തമ്പ്, നിങ്ങളുടെ വേറെയാണ് തമ്പ്. അതുപോലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് അതിന് സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വെൻ ആൻ ഓബ്ജക്റ്റ്, എപ്പോഴാണോ ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നത് ഫ്രീലി, വ്യത്യാസം വരിക, പുറത്തുനിന്നൊരു സഹായമില്ലാതെ സ്വന്തമായിട്ട് ഫ്രീലി ഒറ്റയ്ക്ക് നിൽക്കുന്ന, സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഏതൊരു വസ്തുവിന്റെയും വൈബ്രേഷൻ നമുക്ക് എന്ത് പറയാം? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. Watch full video on YouTube.